അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബീഉൽ അവ്വൽ സംബന്ധമായ സംശയങ്ങളും മറുപടികളുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. മുജാഹിദ് സലഫികൾ നിരന്തരമായി സുന്നികളെ വസ്വാസാക്കുകയും മുസ്ലിമീങ്ങളെ വസ്വാസാക്കുകയും ചെയ്യുന്ന ചില സംശയങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അവരുടെ ചോദ്യം ഇതാണ്: ഇസ്ലാമിൽ രണ്ട് ഈദ് മാത്രമേ ഉള്ളൂ, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. മറ്റുള്ള ഈദ് ഇസ്ലാമിൽ ഇല്ല എന്നാണ് അവർ വാദിക്കുന്നത്. അതിനൊക്കെ അവർ ഹദീസും പറയുന്നുണ്ട്. അതിൻ്റെ മറുപടി ഇതാണ്: ഇസ്ലാമിൽ മഷൂറായ പ്രസിദ്ധമായ രണ്ട് ഈദുകളുണ്ട്. ഒന്ന് ഈദുൽ ഫിത്തർ, പിന്നൊന്ന് ഈദുൽ അദ്ഹ. ലോകത്താർക്കും തന്നെ തർക്കമില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ള ഈദുകൾ ഇല്ല എന്നുള്ളതല്ല. അങ്ങനെ എവിടെയും കിതാബുകളിലോ ഹദീസിലോ ഖുർആനിലോ പറഞ്ഞിട്ടില്ല. അത് വഹാബികളായ ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ്. വളരെ സ്പഷ്ടമായ ഹദീസിൻ്റെ പേജുകൾ, അതുപോലെ തന്നെ ഖുർആനിൻ്റെ കടലാസുകൾ മറിച്ചു നോക്കിയാൽ ഈ രണ്ട് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാൾ അല്ലാത്തതിനൊക്കെ ഈദ് എന്ന് ഉപയോഗിച്ചതായി ഖുർആനിലും കാണാം, ഹദീസിലും കാണാം. ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കട്ടെ. അഥവാ ജുമുഅ ദിവസത്തിനെ സംബന്ധിച്ച് ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. അതാണ് ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഹാദാ യൗമു ഈദ്, ഈ വെള്ളിയാഴ്ച ദിവസം അത് ആഘോഷത്തിൻ്റെ ഒരു പെരുന്നാളിൻ്റെ ദിവസമാണ്. ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ, അല്ലാഹു തആല ആ ദിവസത്തിനെ, ആ ആഘോഷ ദിവസത്തിനെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലാഹു നൽകിയിട്ടുണ്ട്. ഫമൻ ജാഅൽ ജുമുഅ, അങ്ങനെ ഒരാൾ ജുമുഅക്ക് വരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽയഗ്തസിൽ, പെരുന്നാക്ക് കുളിച്ചു വരുന്നത് പോലെ ഈ ജുമുഅയാകുന്ന പെരുന്നാക്കും അവൻ കുളിച്ചു വരട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുജാഹിദുകളുടെ വാദം ഇവിടെ പൊളിഞ്ഞ് പാലിഷായി. എന്തുകൊണ്ട്? മുജാഹിദുകൾ പറയുന്നത് പെരുന്നാൾ രണ്ട് മാത്രമേ ഉള്ളതോ, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ അല്ല. ഹദീസുകളിൽ മറിച്ചു നോക്കിയാൽ കാണാം, ജുമുഅ ദിവസത്തിനേക്ക് ഈ യൗമുൽ ഈദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെയും ചില ദിവസങ്ങൾക്ക് ഖുർആനിൽ എടുത്തു നോക്കിയാൽ കാണാം. സൂറത്തുൽ മാഇദയുടെ 115-ാമത്തെ ആയത്ത് മറിച്ചു നോക്കിയാൽ കാണാം. ഖാല ഈസ ഇബ്നു മറിയം അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാഅ് തകൂനു ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ. ഖുർആൻ കാണാം. അതായത് ബനൂ ഇസ്രായേൽക്കാർ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ആകാശത്തിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ പൊതി, ഭക്ഷണത്തിൻ്റെ സുപ്ര ഇറക്കാൻ വേണ്ടി റബ്ബിനോട് ചോദിക്ക്. അപ്പോഴാണ് ഈസാ നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനോട് ദുആരക്കുകയാണ്, അല്ലാഹുമ്മ റബ്ബന അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാഅ്, ആകാശത്തിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ പൊതി, ഭക്ഷണത്തിൻ്റെ സുപ്ര നീ ഇറക്കിത്താ. തകൂനു ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ, അത് മുൻഗാമികൾക്കും പിൻഗാമികൾക്കും അതൊരു ആഘോഷമാകട്ടെ. കണ്ടോ? ആ മാഇദ ഇറങ്ങിയ ദിവസം അത് ഈദ് ആയ ദിവസം, ഒരു ആഘോഷമുള്ള ദിവസമാകട്ടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. മുജാഹിദുകളായ ആളുകൾ, സലഫികളായ ആളുകൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ്. ജുമുഅ ദിവസത്തിന് ഈദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭക്ഷണ പൊതി ഇറങ്ങിയ ദിവസത്തിന് ഈദ് എന്ന പ്രയോഗം ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് സൂറത്തുൽ മാഇദയുടെ 115-ാമത്തെ ആയത്ത്. അപ്പൊ ആഘോഷം, സന്തോഷം എന്നുള്ള ആ പ്രയോഗത്തിന് ഈദ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈദ് മീലാദുൻ നബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനത്തിൻ്റെ ആഘോഷനാള് എന്നാണ് അർത്ഥം. വഹാബികൾ ഇത് മനസ്സിലാക്കണം. സാധാരണക്കാരുടെ വഴിതെറ്റിച്ച് സംശയത്തിലാക്കുന്ന ആളുകൾ ഇത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കണം. ഞാൻ ആധികാരികമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത് അത് വലിയൊരു സംഭവമാണ്. ബുഖാരിയിൽ വന്ന എല്ലാ ഹദീസുകളും സ്വഹീഹാണ്. മുജാഹിദുകളും സലഫികളൊക്കെയും ചോദിക്കാറുണ്ട്, ഖുർആനിലുണ്ടോ, ബുഖാരിയിലുണ്ടോ?
എന്നാൽ ബുഖാരിയിലുള്ള ഹദീസ് അവർക്ക് എതിരായി വരുമ്പോൾ ആ ഹദീസിനെ തള്ളുന്ന ജനങ്ങളാണ് മുജാഹിദുകൾ, സലഫികൾ. ബുഖാരിയിൽ സ്പഷ്ടമായി അബൂലഹബിന്റെ ചരിത്രം പറയുന്നുണ്ട്. സ്വൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണ്, ആ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മല കൊടുത്ത പെണ്ണാണ്, അടിമ സ്ത്രീയാണ്. ആ അടിമ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സന്തോഷം കൊണ്ട് ആ അടിമ സ്ത്രീയെ മോചിപ്പിക്കുകയാണ് അബൂലഹബ്. ആരാണ് അബൂലഹബ്? അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുവാണ്. മാത്രമല്ല തബ്ബത് അബൂലഹബിനിക്ക് ശാപം ഇട്ടിട്ട് ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട് ഖുർആനിൽ. അങ്ങനത്തെ അബൂലഹബ് ജഹന്നം എന്ന നരകത്തിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച സന്തോഷം കൊണ്ട് സ്വൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും നരകശിക്ഷയിൽ നിന്ന് ലേശം ഇളവ് ചെയ്യപ്പെടുമെന്ന് ബുഖാരിയുടെ ഹദീസാ പറഞ്ഞത്. ബുഖാരിയുടെ ഹദീസാ, തള്ളാൻ പറ്റൂല. അതാണ് മാതാലക്കീത്ത അഹ്ലിക്കാർ, അദ്ദേഹത്തിൻ്റെ അഹ്ലിക്കാർ കിനാവിൽ കണ്ടപ്പോ എന്താണ് ചോദിക്കുന്ന അബൂലഹബിന്, മാതാലക്കീത്ത നിങ്ങൾ എന്താ കണ്ടത്, നിങ്ങൾ എന്ത് കണ്ടുമുട്ടി മരണശേഷം? ഫഖാല അബൂലഹബ്, അപ്പോൾ അബൂലഹബ് പറയാണ്, ലം അൽഖ ബഅദകും ഗൈറ അന്നി സുഖീതു ഫി ആദിഹി ബിഇത്വാഖതി സുവൈബ. നിങ്ങൾക്ക് ശേഷം ഞാൻ ഒരു നന്മയും എനിക്ക് കിട്ടിയിട്ടില്ല, ശിക്ഷ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ സ്വൈബത്തുൽ അസ്ലമിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിച്ചതിൻ്റെ കാരണം കൊണ്ട്, ഞാൻ ഇത്ക്ക് ചൊല്ലിയതിൻ്റെ കാരണം, മോചിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട് എനിക്ക് തിങ്കളാഴ്ച ശുദ്ധജലം കുടിപ്പിക്കപ്പെടുന്നു. റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഇമാം ബുഖാരി 100% ഉറപ്പുള്ള ഹദീസ് മാത്രമേ സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അസ്ഹഹുൽ ഖുതുബി ബഅദ കിതാബില്ലാഹി തആല സഹീഹുൽ ബുഖാരി, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന ഒരാശയമാണ്. ഖുർആൻ കഴിച്ചാൽ ഏറ്റവും സഹീഹായ ഗ്രന്ഥം അത് സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയുള്ള ഹദീസാണ്. 100% വിശ്വാസമുള്ള ഉറപ്പുള്ള ഹദീസ് മാത്രമേ കൊണ്ടുവരികയുള്ളൂ. അബൂലഹബിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വൈബത്തുൽ അസ്ലം മോചിപ്പിച്ചതിന്റെ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ മുഹമ്മദ് ബിൻ നാസിറുദ്ദീൻ ദിമഷ്ഖി റഹിമഹുല്ലാഹ് പറയുന്നത്, ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫി യൗമിൽ ഇസ്നൈനി ദായിമ യുഖഫഫു അൻഹു ലിസ്റൂരി ബി അഹ്മദ ഫമല്ലന്നു ബിൽ അബ്ദിൽ ലദീ തൂല ഉംരിഹി ബി അഹ്മദ മസൂറൻ വമാത മുവഹിദാ. എന്നർത്ഥം, ഇദാകാന ആദാ കാഫിറൻ ജാഅ ദമ്മുഹു, ഈ അബൂലഹബ് കാഫിറായ മനുഷ്യനാണെങ്കിൽ തബ്ബത് യദാ അബീ ലഹബ് എന്നുള്ള ആയത്തിലൂടെ അദ്ദേഹത്തിനെ ശപിച്ചുകൊണ്ട് അദ്ദേഹം ശാശ്വതമായിട്ട് ജഹന്നം എന്ന നരകത്തിലാണെന്ന് ഖുർആൻ സ്പഷ്ടമായി പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. എന്നാലും അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമ, എല്ലാ തിങ്കളാഴ്ച ദിവസവും എപ്പോഴും തിങ്കളാഴ്ച എപ്പോഴും യുഖഫഫു അൻഹു ലിസുറൂരി ബി അഹ്മദ, അഹ്മദ് ആകുന്ന നബിയെ കൊണ്ട് സന്തോഷിച്ചതിന്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്യപ്പെടും. എന്നിട്ട് ചോദിക്കുന്ന മഹാനവർകൾ, ഫമല്ലന്നു ബിൽ അബ്ദിൽ ലദീ തൂല ഉംരിഹി ബി അഹ്മദ മസ്റൂറൻ വമാത മുവഹിദ, ഏകനായ അല്ലാഹുവിനോട് വിശ്വസിച്ചുകൊണ്ട് മുഅ്മിനായി മരിച്ച ഒരാള് അദ്ദേഹം അഹ്മദാകുന്ന നബിയുടെ ജന്മം കൊണ്ട് സന്തോഷിച്ചവന്റെ അവന്റെ അവസ്ഥ എത്രമാത്രമായിരിക്കും, അവന്റെ പ്രതിഫലം എത്രമാത്രമായിരിക്കും. ഒരു കാഫിറായ മനുഷ്യനിക്ക് പോലും ആ മുഹമ്മദ് നബിന്റെ ജന്മദിനം കൊണ്ട് സന്തോഷിച്ചതിൻ്റെ പേരിൽ ആ നരകത്തിൽ നിന്ന് ഇളവ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളായ ഞങ്ങൾ ആ ദിവസത്തിനെ ആഘോഷിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. അല്ലാഹു തആല ഹിദായത്ത് നൽകുമാറാകട്ടെ.